എന്നെ കൊന്നാലും നടക്കില്ല. എൻ്റെ മനസ്സും ശരീരവും കൊടുത്ത് ഞാൻ സ്നേഹിച്ച് സ്വന്തമാക്കിയ എൻ്റെ അല്ലാതെ മറ്റൊരുവൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. ക്രിസ്റ്റി വീണ്ടും പറഞ്ഞു. സാനി ഭ്രാന്തിളകിയ പോലെ അവിടെ ഉണ്ടായിരുന്ന ഓരോ സാധനങ്ങളും അടിച്ചു തെറിപ്പിച്ചു. അവൾ ക്രിസ്റ്റിയുടെ മുന്നിൽ വന്നു നിന്നു. അവളുടെ മുഖം കണ്ട് ക്രിസ്റ്റിയും ഒന്ന് ഞെട്ടി. കണ്ണൊക്കെ ചുവന്ന് മുടിയൊക്കെ പറന്ന് ഒരു വല്ലാത്ത രൂപമായിരുന്നു. ക്രിസ്റ്റിച്ചായ, എന്നെ നിങ്ങൾക്ക് സ്വീകരിച്ചൂടെ? അവൾക്കുണ്ടായ നഷ്ടം നമുക്ക് കാശ് കൊടുത്ത് തീർക്കാം. നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി സന്തോഷത്തോടെ ജീവിക്കാം. സാനി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഛേ, നീ ഒരു പെണ്ണാണോടി? നീ ഒരു മനുഷ്യജന്മം തന്നെയാണോടി? നിനക്ക് മറ്റൊരു കഥ കൂടെ ഞാൻ പറഞ്ഞു തരാൻ നീയാ. എൻ്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്നുണ്ട്. നിന്നെപ്പോലെ ഒരു പീറ പെണ്ണ് വന്ന് ഇടയിൽ കയറി എന്ന് പറഞ്ഞോ? അല്ലെങ്കിൽ ഏത് ഐശ്വര്യറായി വന്നാലും ശരി, ക്രിസ്റ്റിയും നീയും ഒരുമിച്ച് ജീവിക്കുക തന്നെ ചെയ്യും. ക്രിസ്റ്റി ഒന്ന് നിർത്തി. പിന്നെയും സാനി നോക്കി സംസാരിച്ചു തുടങ്ങി. ഇനി എനിക്ക് അവളോടൊപ്പം ജീവിക്കാൻ പറ്റില്ല. മരിക്കേണ്ടി വന്നാലും ശരി. സാൻഡ്രിയ, നീ എൻ്റെ ഭാര്യയായില്ല. നിനക്കൊരിക്കലും എന്നെ സ്വന്തമാക്കാൻ ആകില്ല, ക്രിസ്റ്റി പറഞ്ഞു. സാനി ദേഷ്യത്തിൽ അവനെ നോക്കി. ഇല്ല ക്രിസ്റ്റി, നീ ജീവിക്കുന്നെങ്കിൽ എൻ്റെ കൂടെ, അല്ലെങ്കിൽ നിന്റെ മരണം എൻ്റെ കൈകൊണ്ടായിരിക്കും. സാനി പറഞ്ഞു തീർന്നതും അടുത്ത് കിടന്ന ഒരു ഇരുമ്പ് ദണ്ടെടുത്ത് ആഞ്ഞടിച്ചു. ക്രിസ്റ്റി വേദന കൊണ്ട് പുളഞ്ഞു. വിളിക്കടാ, വേദന കൊണ്ട് വിളിക്ക്. നിനക്ക് എന്നെ വേണ്ടല്ലോ, ചാകു നീ. സാനി ഭ്രാന്തിറങ്ങിയ പോലെ വീണ്ടും അടിക്കാനായി ഓങ്ങിയതും അവൾ തെറിച്ചു വീണു. ദേഷ്യം കൊണ്ട് അടിമുടി വിറച്ചു. കഴുത്തിലെ നീല ഞരമ്പൊക്കെ തെളിഞ്ഞു. ദേഷ്യം കൊണ്ട് ചുവന്ന മുഖത്തോടെ വന്ന അല്ലു അവളെ ഒന്ന് നോക്കിയിട്ട് ക്രിസ്റ്റിയുടെ കെട്ടടിക്കാൻ തുടങ്ങി. ഇച്ചായ, ക്രിസ്റ്റി കരഞ്ഞുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു. അല്ലുവിന് ദേഷ്യം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആ കണക്കിന് ക്രിസ്റ്റിയെ ഉപദ്രവിച്ചിരുന്നു സാനിയും ഏട്ടനും. പാലക്കൽ അലക്സ് ഡേവിഡ്, സഹൽ അവൻ്റെ അടുത്തേക്ക് വന്നു പറഞ്ഞു. അല്ലു അവനെ തറപ്പിച്ചു നോക്കി. പെങ്ങടെ ഭ്രാന്തിന് കൂട്ടു നിൽക്കുന്ന തന്തയും ഏട്ടനും, അതിൽ അവളുടെ എല്ലാ നിറകളും കണ്ടു മറഞ്ഞു നിൽക്കുന്നവർ ആണും പെണ്ണും കെട്ട ചെറ്റ. അല്ലു സഹലിനെ നോക്കി പറഞ്ഞു. അവൻ്റെ മുഖം മാറി. അതെ, എനിക്ക് എൻ്റെ പെങ്ങൾ കഴിഞ്ഞേ ഉള്ളൂ. എന്തും അവൾക്ക് വേണ്ടി, അവളുടെ സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യും ഞാൻ. വേണ്ടി വന്ന ഇവനെയും നിന്റെ പെങ്ങളെയും നിന്റെ ഭാര്യയെയും വരെ തീർക്കാനും ഞാൻ മടിക്കില്ല. പറഞ്ഞു കഴിഞ്ഞില്ല അപ്പോഴേക്കും അല്ലുവിൻ്റെ കൈ അവൻ്റെ മുഖത്ത് പതിഞ്ഞു. അല്ലു സഹലിനെ എടുത്ത് അലക്കി എന്ന് തന്നെ പറയാം. അവസാനം സാനിയുടെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് ദണ്ട് താഴെ കിടന്നു. അതെടുത്ത് സഹലിന് നേരെ ഉയർത്തിയതും സാനി ഓടി വന്ന് അല്ലുവിൻ്റെ കാലിൽ പിടിച്ചു. അവൻ ദേഷ്യത്തിൽ അവളെ നോക്കി. എൻ്റെ ചാച്ചനെ ഒന്നും ചെയ്യല്ലേ. ഞാൻ ഒരു ശല്യത്തിനും വരില്ല. എൻ്റെ ചാച്ചനെ ഒന്നും ചെയ്യല്ലേ. അവൻ്റെ കാലിൽ വീണു പറയുന്നവളെ പുച്ഛത്തോടെ നോക്കി. പിന്നെ അവളെ കാൽ കൊണ്ട് പുറകിലേക്ക് തള്ളി. അല്ലു ആ ദണ്ട് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ക്രിസ്റ്റിയെ കൂട്ടി മുന്നോട്ട് നടക്കാൻ തുടങ്ങി. പിന്നെ ഒന്ന് നിന്നു. ഇനി ഒരിക്കൽ കൂടെ നീയും നിന്റെ പെങ്ങളും എൻ്റെ കുടുംബത്തിലേക്കോ എൻ്റെ പെങ്ങളുടെ ജീവിതത്തിലേക്കോ വന്നാൽ ഇപ്പോൾ തന്ന പിച്ചയായ ജീവിതവും ജീവനും ഞാനിങ്ങെടുക്കും. അല്ലു അത്രയും പറഞ്ഞ് മുന്നോട്ട് നടന്നു. പെട്ടെന്ന് ക്രിസ്റ്റിയുടെ വിളി കേട്ട് അല്ലു തിരിഞ്ഞു നോക്കി. ഇച്ചായ. തിരിഞ്ഞു നോക്കി അല്ലു തറഞ്ഞു നിന്നുപോയി. താഴെ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ക്രിസ്റ്റി, കയ്യിൽ ഇരുമ്പ് കമ്പിയുമായി നിൽക്കുന്ന സാനി. ക്രിസ്റ്റിയുടെ തലയിലൂടെ ചോര ഒഴുകിയിറങ്ങുന്നുണ്ട്. സാനി വീണ്ടും അവൻ്റെ തലയിൽ അടിക്കാനായി ഓങ്ങിയതും അല്ലു ഓടിപ്പോയി അവളെ. ക്രിസ്റ്റി, അല്ലു കരഞ്ഞുകൊണ്ട് അവനെ വാരിയെടുത്ത് പുറത്തേക്ക് ഓടി. സാനി വീണത് വാക്കല്ലാതെയായിപ്പോയി. അതുകൊണ്ട് തന്നെ അവളുടെ തലയിൽ നിന്ന് ചോര ഒഴുകിയിറങ്ങി. പക്ഷേ അവളെ ഒന്ന് നോക്കാനോ അവളുടെ അടുത്തേക്ക് പോകാനോ ആകാതെ അവൾക്ക് മുന്നേ ബോധം മറഞ്ഞ് സകൽ വീണിരുന്നു. യാത്രയിൽ അല്ലുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. അവന് മുന്നിലെ കാഴ്ച മങ്ങുന്നുണ്ട്. ക്രിസ്റ്റി അല്ലുവിൻ്റെ നെഞ്ചിൽ ചാഞ്ഞു കിടപ്പുണ്ട്. അയ്യേ, ചെകുത്താൻ കരയുന്നോ? എനിക്കൊന്നുമില്ല ചായ. ഞാൻ നിങ്ങളെ വിട്ടു പോകില്ല. ആ ജീവൻ പോകുന്ന വേദനയിലും അല്ലുവിനോട് ചിരിയോടെ ക്രിസ്റ്റി പറഞ്ഞു. പെട്ടെന്ന് ക്രിസ്റ്റി ശ്വാസം കിട്ടാതെ ഒന്ന് പിടഞ്ഞു. ഒന്നുമില്ല മോനെ, ഇപ്പോൾ എത്തും. ഒന്നുമില്ല, അല്ലു വെപ്രാളത്തിൽ അവനെ നോക്കി പറഞ്ഞു. അപ്പോഴേക്കും ക്രിസ്റ്റിയുടെ ബോധം മറഞ്ഞിരുന്നു. നീയ്ക്ക് ബോധം തെളിഞ്ഞതും അവൾ ക്രിസ്റ്റിയെ കാണണമെന്ന് പറഞ്ഞ് ബഹളം തുടങ്ങി. സിസ്റ്റർ വന്ന് അവൾക്കൊരു ഇഞ്ചക്ഷൻ കൊടുത്തു. എബിയായിരുന്നു അവളുടെ അടുത്തുണ്ടായിരുന്നത്. കുട്ടി അധികം ബഹളം വയ്ക്കാനോ ശരീരം ഇളക്കാനോ പാടില്ല ഈ സമയത്ത്. അത് കുഞ്ഞിനെ ബാധിക്കും, സിസ്റ്റർ കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞുപോയി. എബി കേട്ടതിൻ്റെ തെറ്റാണോ, സിസ്റ്ററിന് പേഷ്യൻ്റ് മാറിപ്പോയതാണോ എന്ന് ഒരു നിമിഷം ആലോചിച്ചു പോയി. റീത്ത ബോധം വന്നു. കുറച്ചു കഴിഞ്ഞതും ഹോസ്പിറ്റലിൽ നിൽക്കുന്നില്ല, വീട്ടിൽ പോകുകയെന്ന് പറഞ്ഞു പോയി. എല്ലാവരും തടഞ്ഞുവെങ്കിലും പോയി. എബിക്ക് അവളുടെ പോക്ക് സംശയം തോന്നിയെങ്കിലും ഒന്നും പറയാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല. ദേവുവിനെയും ജെസ്സിയെയും ഡെവി വീട്ടിൽ കൊണ്ടുപോയി വന്നു. കാരണം അമ്മച്ചിയുടെ അവസ്ഥ ഗുരുതരമായിക്കൊണ്ടേയിരുന്നു. ഇതിനിടയിൽ നിയയ്ക്ക് എന്തോ ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞു ക്രിസ്റ്റിയുടെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ വന്നു. എല്ലാവരും അമ്മച്ചിയെയും നിയയെയും നോക്കി പുറത്തിരുന്നു. ആ സമയത്താണ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ക്രിസ്റ്റിയെ സ്ട്രക്ചറിൽ നഴ്സുമാർ വേഗത്തിൽ കൊണ്ടുവരുന്നത് കണ്ടത്. അയ്യോ എൻ്റെ കുഞ്ഞ്! ക്രിസ്റ്റിയുടെ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഓടി.
അപ്പോഴേക്കും അവർ അവനെ അകത്തേക്ക് കൊണ്ടുപോയി. എൻ്റെ കുഞ്ഞിന് എന്താ പറ്റിയേ? കുറച്ചു മുന്നേ കൂടെ കണ്ടേയുള്ളൂ. അച്ഛൻ്റെ സ്വരം ഇടറി. അല്ലു ഒന്നും പറയാനാകാതെ നിസ്സഹായനായി ഇരുന്നു പോയി. അവൻ്റെ ഉള്ളിൽ ക്രിസ്റ്റി കാറിൽ വെച്ച് പറഞ്ഞ വാക്കുകളായിരുന്നു. ഇച്ചായ, എന്നോട് ക്ഷമിക്കണം. എൻ്റെ കുഞ്ഞ് നോക്കണേ, എന്നെ ഇനി നോക്ക. അല്ലു വിളിക്കാത്ത ദൈവങ്ങളില്ല. അവന് അവൻ്റെ ക്രിസ്റ്റിയെ തിരിച്ചു കിട്ടിയാൽ മതി എന്ന അവസ്ഥയായിരുന്നു. അല്ലുവിൻ്റെ എല്ലാം തകർന്ന പോലെയുള്ള ഇരിപ്പ് കണ്ട് എബി വേഗം അവൻ്റെ അടുത്തേക്ക് വന്നു. അല്ലു തോളിൽ കൈവച്ചതും ഒരാശ്രയത്തിനെന്ന പോലെ അവനെ ചുറ്റിപ്പിടിച്ച് ഒന്നും മിണ്ടാതെയിരുന്നു. ആദ്യമായിട്ടാണ് അല്ലുവിൻ്റെ ഇത്രയും തകർന്ന അവസ്ഥ എല്ലാവരും കാണുന്നത്. പക്ഷേ അവൻ്റെ അവസ്ഥയേക്കാൾ എല്ലാവരും അകത്ത് കിടക്കുന്ന 2 ജീവനുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദേവു ജെസ്സിയുടെ തോളിൽ കിടപ്പുണ്ട്. അവൾക്ക് അവനെ നോക്കാൻ തന്നെ കഴിയുന്നില്ല. അത്രയ്ക്ക് എല്ലാവരും തകർന്നു പോയിരുന്നു. കുറച്ചു മണിക്കൂറുകൾ കൊണ്ട്. സെക്കൻഡുകൾ, മിനിറ്റുകൾ, മണിക്കൂറുകൾ കടന്നുപോയി. എല്ലാവരും ക്ഷമയോടെ പ്രാർത്ഥനയോടെ ഇരുന്നു. 2 ജീവനും തിരിച്ചു തരണേ എന്ന പ്രാർത്ഥനയോടെ. നീയെ ട്രിപ്പ് കഴിഞ്ഞ് പുറത്തു കൊണ്ടുവന്നു. അവൾ അറിഞ്ഞു ക്രിസ്റ്റി അവിടെ കിടക്കുന്ന കാര്യം, അവൻ്റെ അവസ്ഥയൊക്കെ. അവൾക്ക് ഒന്ന് ഉറക്കെ കരയാൻ പോലും ആകാതെ വീർപ്പ് മുട്ടി. ICU വാതിൽ തുറന്ന് ഒരു സിസ്റ്റർ പുറത്തു വന്നു. ആരാ ഈ നിയ? നിയ വേഗം സിസ്റ്ററിൻ്റെ അടുത്തേക്ക് പോയി. ഞാനാ, നിയ പറഞ്ഞു. കുട്ടിയെ കാണണമെന്ന് പറഞ്ഞ പേഷ്യൻ്റ് ബഹളമാണ്, വരൂ. നിയ അകത്തേക്ക് കയറി. സിസ്റ്റർ, ക്രിസ്റ്റിക്ക്? രവി ചോദിച്ചു. അവസ്ഥ വളരെ മോശമാണ്. അത്രയും പറഞ്ഞ് സിസ്റ്റർ നിയയെ കൂട്ടിപ്പോയി. അല്ലു എല്ലാം ഏറ്റുവാങ്ങാൻ മനസ്സിനെ പാകപ്പെടുത്തി. നിയ അകത്തേക്ക് കയറുമ്പോൾ ക്രിസ്റ്റി ചെറുചിരിയോടെ ചാരിയിരിപ്പുണ്ട്. അവൻ്റെ മുറിവൊക്കെ ഡ്രസ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൾ അവൻ്റെ അടുത്ത് പോയിരുന്നു കയ്യിൽ മെല്ലെ തൊട്ടു. അവൻ അവളെ നോക്കി അപ്പോഴും ചിരിച്ചു. പിന്നെ അടുത്തേക്ക് ഇരിക്കാൻ പറഞ്ഞു. അവൾ ഇരുന്നപ്പോഴേക്കും പോക്കറ്റിൽ കിടന്ന മിന്ന് എങ്ങനെയൊക്കെയോ ക്രിസ്റ്റി അവളുടെ കഴുത്തിൽ ചാർത്തി. നിയ ഒന്നും മനസ്സിലാകാതെ അവനെ നോക്കി. അവളെ അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഈ ജന്മം ഇനി ഒരുമിച്ച് ജീവിക്കാനായില്ല. പക്ഷേ എന്നും നീ എൻ്റെ പെണ്ണായിട്ട് വേണം ഇവിടെ ജീവിക്കാൻ. കുഞ്ഞ്, അവനെ നോക്കണം. സങ്കടം കടിച്ചു പിടിച്ച് അവൻ പറഞ്ഞു. കണ്ടു നിന്ന സിസ്റ്റർമാരും ഡോക്ടർമാരും കണ്ണു നിറച്ചു പിടിച്ചു ആ കാഴ്ച കണ്ടു. ഇച്ചാൻ എന്തൊക്കെയായി പറയുന്നേ? എൻ്റെ ഇച്ചനൊന്നുമില്ല. പെട്ടെന്ന് തിരിച്ചു വരണം. ഞാൻ പുറത്ത് കാത്തിരിക്കും. അവൻ അവളുടെ നെറ്റിയിൽ അവസാനമായി ഒന്ന് ചുംബിച്ചു. സിസ്റ്റർ അവളോട് പുറത്തു പോകാൻ പറഞ്ഞു. അവൾ ക്രിസ്റ്റിയെ മുറുകെ പിടിച്ചിരുന്നുവെങ്കിലും സിസ്റ്റർ ബലമായി പുറത്തിറക്കി. നിയ പുറത്തിറങ്ങി വരുമ്പോൾ അവളുടെ കഴുത്തിൽ കിടക്കുന്ന മിന്നി എല്ലാവരും കണ്ടു. അവളൊരു പൊട്ടിക്കരച്ചിലോടെ ക്രിസ്റ്റിയുടെ അമ്മയുടെ കാൽച്ചുവട്ടിലിരുന്നു. ഡോക്ടർ അല്ലുവിനെ വിളിച്ച് അകത്തേക്ക് അവൻ പോകുമ്പോൾ ഡോക്ടർ അവനോട് സംസാരിക്കാൻ തുടങ്ങി. ക്രിസ്റ്റിയുടെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ അറിയാലോ. ശരീരത്തിന് പുറത്തേറ്റതിനേക്കാൾ കൂടുതൽ ക്ഷതം ബ്രെയിനിനുള്ളിൽ സംഭവിച്ചു. ബ്ലഡ് ഒരു സൈഡിൽ ക്ലോട്ട് ആയപ്പോൾ ഒരു സൈഡിൽ ലീക്ക് ആകുന്നുണ്ട്. എത്ര സമയം ജീവനോടുണ്ടാകുമെന്ന് അറിയില്ല. നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു. പോയി കണ്ടോളൂ. അല്ലുവിൻ്റെ കാതുകളിൽ ആരോ ഈയം ഉരുക്കി ഒഴിച്ച അവസ്ഥയായിരുന്നു. ഒരു സൈഡിൽ സഹോദരൻ, മറു സൈഡിൽ വല്യമ്മച്ചി. അവൻ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ക്രിസ്റ്റിയുടെ അടുത്തേക്ക് പോയി. നിറഞ്ഞ ചിരിയോടെ ഇരിക്കുന്നവനെ കണ്ട് അല്ലുവിൻ്റെ നെഞ്ചു പിടഞ്ഞുപോയി. അല്ലു ക്രിസ്റ്റിയുടെ അടുത്ത് പോയിരുന്നു. ഇച്ചായ, അവൻ്റെ ആ വിളിയിൽ അല്ലുവിൻ്റെ ഹൃദയം തകർന്നു. അല്ലു അവനെ ചേർത്ത് പിടിച്ചു. ഞാൻ പോവാ ഇച്ചായ. ഇനി നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടറുമാകാൻ ഞാൻ വരില്ല. എൻ്റെ നിയ കുഞ്ഞ് പൊന്നുപോലെ നോക്കണേ ഇച്ചായ. ജീവിച്ച് കൊതി തീർന്നിട്ടില്ല ഇച്ചായ. അല്ലു അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആരുമില്ല സ്വന്തം എന്ന് പറയാൻ. അവരെ ക്രിസ്റ്റിയുടെ വാക്കുകൾ ഇടറി. പേഷ്യൻറ്റിനെ കിടത്ത്, ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞു. പക്ഷേ ക്രിസ്റ്റി അതിന് സമ്മതിക്കാതെ അല്ലുവിൻ്റെ നെഞ്ചിൽ തന്നെ ചാഞ്ഞിരുന്നു. ഈ നെഞ്ചിൽ കിടന്നു വേണം ഇനി പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ ക്രിസ്റ്റി അല്ലുവിൻ്റെ നെഞ്ചിൽ അമർത്തി പിടിച്ചു പിടഞ്ഞു. നിമിഷ നേരം കൊണ്ട് ആ പിടി അഴിഞ്ഞു. അവസാനമായി അവൻ്റെ കണ്ണുനീർ തുള്ളികൾ അല്ലുവിൻ്റെ കയ്യിൽ പതിഞ്ഞു. അവൻ ക്രിസ്റ്റിയുടെ ജീവനില്ലാത്ത ശരീരം മുറുകെ പിടിച്ചു പൊട്ടിക്കരഞ്ഞു. അല്ലു അലറി വിളിച്ചു. അല്ലു പുറത്തു വന്നതും എല്ലാവരും അവനെ നോക്കി. നിയ മാത്രം താഴെ നോക്കി ഇരിപ്പാണ്. അവൻ പോയി. അത്രമാത്രം പറഞ്ഞു അല്ലു. ഒരു കൂട്ട നിലവിളി അവിടെ ഉയർന്നു. നിയ മാത്രം പ്രതിമ പോലെ ഇരുന്നു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ക്രിസ്റ്റിയുടെ ചില അവയവങ്ങൾ ദാനം ചെയ്യാൻ ക്രിസ്റ്റിയുടെ അച്ഛൻ അനുവാദം നൽകി. അതിൻ്റെ പ്രോസസ്സ് നടക്കുമ്പോൾ അടുത്ത വാർത്തയും എത്തിയിരുന്നു. വല്യമ്മച്ചിയുടെ വിയോഗം. പാലയ്ക്കൽ തറവാട്ടിൽ ആർഭാടമായ ഒരു മിന്നുകെട്ട് കാത്തിരുന്നവർക്കെല്ലാം കിട്ടിയ വാർത്ത വരൻ്റെയും വല്യമ്മച്ചിയുടെയും മരണവാർത്തയായിരുന്നു. പിറ്റേന്ന് രാവിലെ 11 മണിക്ക് പള്ളി സെമിത്തേരിയിൽ 2 പേർക്കും അന്ത്യവിശ്രമം നൽകി. ക്രിസ്റ്റിയുടെ അച്ഛനും അമ്മയും പൂർണ്ണമായി തകർന്നു പോയിരുന്നു. ഇതിനിടയിൽ എല്ലാവരും അറിഞ്ഞു നിയ പ്രഗ്നൻ്റ് ആണെന്ന്. ആരും അതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചില്ല. നിയ ക്രിസ്റ്റിയെ കണ്ടിറങ്ങി ഒന്ന് പൊത്തിക്കരഞ്ഞ ശേഷം കരയുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ക്രിസ്റ്റിക്ക് അന്ത്യചുംബനം നൽകാൻ അവളെ പിടിച്ചു കൊണ്ടുപോയി നിർത്തി. തീരാനഷ്ടത്തിൻ്റെ കണ്ണീർ കയത്തിലേക്ക് കൂപ്പുകുത്തിയിരുന്നു ഒറ്റ ദിവസം കൊണ്ട് പാലയ്ക്കൽ തറവാട്. പാലയ്ക്കൽ തറവാട്ടിൽ തന്നെയാണ് എല്ലാവരും ഇപ്പോൾ ഉള്ളത്. റീത്തയും അവിടെയുണ്ട്. ക്രിസ്റ്റി പോയ ശേഷം നിയ ആരോടും ഒരക്ഷരം മിണ്ടിയില്ല. അവർ പറയുന്നതൊക്കെ അവൾ കേൾക്കും.
ക്രിസ്റ്റിയുടെ അച്ഛനും അമ്മയ്ക്കും ഇനിയുള്ള പ്രതീക്ഷ നീയയുടെ വയറ്റിൽ വളരുന്ന തൻ്റെ മകൻ്റെ കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ അമ്മ എപ്പോഴും അവളുടെ കൂടെ ഉണ്ടാകും. നീ എന്തെങ്കിലും കടുംകൈ ചെയ്യോ എന്ന പേടിയുണ്ട്. ആ വീട്ടിലിപ്പോൾ ചിരിയും കളിയും തമാശകളുമില്ല. വല്യമ്മച്ചിയുടെ അസാധ്യം അവിടെ നന്നായി തന്നെ അറിയാം. ബന്ധുക്കളൊക്കെ പോയി. അല്ലു ആരോടും ഒന്നും സംസാരിക്കാറില്ല. ദേവുവിൻ്റെ കാര്യങ്ങൾ പോലും അവൻ മറന്നു തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. നാളെ മുതൽ എല്ലാവരും അവരവരുടെ ജോലികൾ ചെയ്യാൻ ദേവി തറപ്പിച്ചു പറഞ്ഞു. കാരണം പോയവരോ മറക്കാനോ ഓർക്കാതിരിക്കാനോ അല്ല, മറിച്ച് ബാക്കിയുള്ളവർ ഈ സാഹചര്യം മറികടന്നേ പറ്റൂ. ഓഫീസുകളിലെ കാര്യങ്ങളെല്ലാം താറുമാറായി തുടങ്ങിയിരുന്നു ഈ ദിവസങ്ങൾ കൊണ്ട് തന്നെ. എല്ലാവരുമുണ്ട് പാലക്കൽ തറവാട്ടിൽ. രാത്രി അത്താഴം കഴിക്കാനിരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ സംസാരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ആകെ നിശബ്ദതയാണ്. ആ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ക്രിസ്റ്റിയുടെ അമ്മ സംസാരിച്ചു തുടങ്ങി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. കഴിക്കൽ നിർത്തി എല്ലാവരും അവരെ നോക്കി. എന്താ, പറഞ്ഞോളൂ. ഡെവി ചെറിയ സംശയത്തിൽ തന്നെ പറഞ്ഞു. നാളെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുക. കൂടെ നിയമോളും ഉണ്ടാകും. അവർ പറഞ്ഞപ്പോൾ ഡെവി നേരെ നോക്കിയത് അല്ലുവിനെയാണ്. എല്ലാവർക്കും കൂടെ ഇവിടെ നിന്നാ പോരെ, അന്യർ ഒന്നുമല്ലല്ലോ. ഡെവി അവരെ അവിടെ തന്നെ നിർത്താനായി ഒന്ന് ശ്രമിച്ചു. ഇത്രയും ദിവസം ഇവിടെയായിരുന്നു. ഞങ്ങളുടെ മോൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നത് ആ വീട്ടിലാണ്. അവൻ പിച്ചം വെച്ചത് മുതൽ ഇതുവരെ ഉണ്ടായ എല്ലാ വളർച്ചയും ഞങ്ങൾ കണ്ടത് അവിടെ നിന്നായിരുന്നു. അതുകൊണ്ട് പോയേ പറ്റൂ, അവർ ഉറപ്പിച്ചു പറഞ്ഞു. പിന്നെ അങ്ങനെ തന്നെ തീരുമാനിക്കാമല്ലേ അല്ലു? എന്താ നിന്റെ അഭിപ്രായം? ഡെവി അവനോട് ചോദിച്ചു. അവർ പൊയ്ക്കോട്ടെ. നീയ്ക്കും ചിലപ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം വരും. അതുകൊണ്ട് അത് തന്നെയാണ് നല്ലത്. അല്ലു നീയെ നോക്കിക്കൊണ്ടാണ് പറഞ്ഞത്. അവളുടെ ഇരിപ്പ് കണ്ട് അവൻ്റെ നെഞ്ചിൽ ഒരു നോവ് പടർന്നു. ഞാനൊരു കാര്യം പറയാം, ഡയാന സംസാരിച്ചു തുടങ്ങി. എല്ലാവരും അവളെ നോക്കി. വാ പോയ കോടാലി പോലെയാണ് അവളുടെ സംസാരം. അതുകൊണ്ട് എന്തു വേണോ പ്രതീക്ഷിക്കാം. നീയെ അങ്ങോട്ട് വിടുന്നത് അത്ര നല്ലതായി തോന്നുന്നില്ല. ഇന്നിപ്പോൾ അവർ അവൻ്റെ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് വയറ്റിൽ കിടന്ന കുഞ്ഞിനെ സ്നേഹിക്കും. നാളെ ചിലപ്പോൾ ഇതായിരിക്കില്ല. അതിൻ്റെ അച്ഛൻ ആരാന്ന് വേണമെങ്കിൽ ചോദിക്കും. അതുകൊണ്ട് അതിനെ ഇപ്പോഴേ അബോർട്ട് ചെയ്ത് കളഞ്ഞിട്ട് കുറച്ചു നാൾ കഴിഞ്ഞ് മറ്റൊരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുന്നതാകും നല്ലത്. അല്ലെങ്കിൽ നാളെ അതിൻ്റെ പേരും പറഞ്ഞ് ഇവർ ഇവളെ ഇങ്ങോട്ട് പറഞ്ഞു വിടും, ഷെയർ ചോദിക്കാൻ. എന്തിനാ വെറുതെ ഓരോ വയ്യാവേലി? കൊച്ചിൻ്റെ അച്ഛനില്ല, അപ്പോൾ പിന്നെ ആ കൊച്ച് എന്തിനാ? നീയ്ക്ക് അധിക പ്രായമൊന്നുമില്ലല്ലോ. എല്ലാവരും ഡയാനെ ദേഷ്യം കൊണ്ട് അടിമുടി വിറച്ചുകൊണ്ട് നോക്കി. അവർ പറഞ്ഞു കഴിഞ്ഞ് കൈ കഴുകാനായി എണീറ്റതും അല്ലു മുന്നിലിരുന്ന പാത്രം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് എണീറ്റ് ഡയാനയുടെ ചുവരോട് ചേർത്ത് നിർത്തി. എല്ലാവരും ഒരു നിമിഷം പതറിപ്പോയി. കാരണം രാക്ഷസന്റെ രൂപമായിരുന്നു അവനപ്പോൾ. ദേവു ഓടിപ്പോയി അവൻ്റെ കയ്യിൽ പിടിച്ചു. കാരണം അവൻ്റെ പിടിയിൽ ഡയാനയുടെ കണ്ണുകൾ പുറത്തേക്ക് ഉന്തി വരുന്നുണ്ട്. ഒപ്പം മുഖമൊക്കെ ചുവന്നു. അല്ലു ദേഷ്യത്തിൽ ദേവുവിനെ നോക്കി. പക്ഷെ അവൾ അത് കാര്യമാക്കാതെ വീണ്ടും അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. പിടിച്ചായ, ആൻറ്റി ചത്തുപോകും, അവൾ അവൻ്റെ കയ്യിൽ ബലമായി പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ തിരിഞ്ഞ് ദേഷ്യത്തിലൊന്ന് നോക്കിയിട്ട് അവളോട് അലറി. കൈവാക്കിൽ നിന്നു മാറി നിൽക്കടി. അത്രയും പറഞ്ഞ് അവൻ ഡയാനയുടെ കഴുത്തിലെ പിടി മുറുക്കി. അവൻ്റെ ആ ഭാവവും സംസാരവും എല്ലാവർക്കും പേടി തോന്നി. ഇനിയും നോക്കി നിന്നാൽ ചിലപ്പോൾ അല്ലു അവരെ കൊല്ലുമെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഡെവിയും എബിയും റീത്തയും ടോണിയും എല്ലാവരും കൂടി അവനെ പിടിച്ചു മാറ്റി. നീയ അപ്പോഴും ഒന്ന് നിവർന്നു നോക്കുക പോലും ചെയ്യാതെ ഇരുന്നു. അല്ലു ഡയാനയുടെ മേലുള്ള പിടി വിട്ടതും ചക്ക വീഴും പോലെ അവർ താഴെ വീണു. അല്ലു എല്ലാവരുടെയും കൈ തട്ടിത്തെറിപ്പിച്ച് അവരുടെ അടുത്തേക്ക് പോയി മുട്ടുമടക്കി അവരുടെ മുന്നിലിരുന്നു. അവർ പേരയോട് പിറകിലേക്ക് നീങ്ങിയിട്ട് അവനെ ഒന്ന് നോക്കി.